ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജിമ്മിൽ പോവാണ്. സോ ജിമ്മിൽ പോയിട്ട് കാണാം. സോ ജിമ്മിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വളരെ തികച്ച് അപ്രതീക്ഷിതമായിട്ട് ഞാനൊരു ഷോപ്പ് കണ്ടത്. അവിടെ നമ്മുടെ ഗീവയ്ക്ക് ഒരു ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സ് നമുക്ക് സേഫായിട്ട് നിങ്ങളുടെ ഇടയിൽ എത്തിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷോപ്പ് കണ്ടു. ഞാനൊരു കവർ മേടിച്ചു. റീസണബിൾ റേറ്റ് ഒക്കെ ആയിരുന്നു. അങ്ങനെ വീട്ടിലെത്തി. എനിക്ക് ലോങ് വീഡിയോസ് ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഫ്രീലാൻസായിട്ട് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ എഡിറ്ററാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് കാണിക്കാനുണ്ട്. സ്ഥിരം ഒരു 13-15 സമയവും ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലാണ്. അല്ലാതെ അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ എന്ത് കണ്ടൻറ്റ് ചെയ്യാനാണ്. ചിലവർ വന്ന് കമൻറ്റ് ചെയ്യും ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ട്. വല്ലപ്പോഴൊക്കെ ഒരാളൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യും. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ദൈവമേ ഞാനെന്ത് ചെയ്യാനാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉള്ള ദിവസം നമുക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും. ഇത് ഡെയിലി നടക്കുന്ന കാര്യങ്ങളെല്ലാം സെയിമാണ്. ഗീവ് അവേ ബോക്സിന് കവർ മേടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗീവ് അവേ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് ഈ ജൂലൈ 10-നാണ് ഈ ഒരു വിന്നറെ അനൗൺസ് ചെയ്യുന്നത്. ഞാൻ ഗീവ് അവേയിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. മീൻസ് ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം ഗീവ് അവേയിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത്. ഇനി അങ്ങോട്ട് കാണിക്കുന്നത് ഗീവ് അവേ ഇതുവരെ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അത് ഈ ഒരു വീഡിയോ കൂടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുവാണ്, ഒരു ഗീവ് അവേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് എനിക്ക് മോണിറ്റൈസേഷൻ ഒന്നും ആയില്ല, എന്നാലും എനിക്ക് നിങ്ങൾക്കൊരു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഗിഫ്റ്റ് തരണം എന്നുള്ള ഒരു ഇതിൽ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു കുഞ്ഞ് ഗിഫ്റ്റ് തരാമെന്നുള്ള രീതിയിൽ ഉള്ളൊരു ബോക്സ്, ഒരു ഹാമ്പർ ബോക്സാണിത്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണുള്ളത്. മെയിൻലി ഇത് ഗേൾസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ബോക്സാണ്. ബോയ്സിന് പങ്കെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട ആരെങ്കിലും ഗേൾസ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. അമ്മയ്ക്കോ അല്ലെങ്കിൽ സിസ്റ്ററിനോ ഗേൾ ഫ്രണ്ടിനും ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, ഒരു പ്രശ്നമില്ല. കുറെ പേര് വന്ന് കമന്റ് ഇടുന്ന കണ്ടു, നിങ്ങളിങ്ങനെ ഗേൾസിന് മാത്രം കൊടുക്കുക, ബോയ്സിന് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് നല്ല നല്ല നിലയിലൊക്കെ ആവുമ്പോൾ പരിഗണിക്കാം. വീഡിയോ മാറിപ്പോകണ്ട. ഞാൻ ഇവിടെ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഗീവ് അവേ വീഡിയോ. ഗീവ് അവേ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സർവ്വത്ര കാര്യങ്ങളും പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കണ്ടിട്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നിങ്ങളായിരിക്കും വിന്നർ. പറയാൻ പറ്റില്ല, ഭാഗ്യം ആർക്കും ഉണ്ടാവും അറിയില്ല. കാരണം ഇത് വലിയൊരു ഗീവ് അവേ അല്ല. കമന്റ് ബോക്സിൽ ഒത്തിരി കമന്റ് ഒന്നും ഇല്ല. സോ മേ ബി നിങ്ങളായിരിക്കും വിന്നർ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ എക്സ്ട്രാ 3 ആൾക്കാരും കൂടെ, 3 അംഗങ്ങളും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓൺ വോയിസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മിയോ 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 എന്നുള്ള സൗണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തലേദിവസം അലക്കിയിട്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വിരിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പം ഞാൻ തോരന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു ഗ്യാപ്പ് കൊണ്ടാണ് ഞാൻ മറ്റേ അലക്കിയിട്ട തുണിയൊക്കെ വിരിക്കാൻ പോയത്. അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു മോരുണ്ടാക്കി. ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് വലിയ സംഭവങ്ങളൊന്നും ഇല്ല. പകുതി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ചോറും മോരും പിന്നെ കുറച്ച് മീൻ വറുത്തതും പിന്നെ ഞാൻ ഉണ്ടാക്കിയ പയർ തോരനും, മോര് ഞാൻ ഉണ്ടാക്കിയതാ, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട്, ആമസോണിൽ നിന്നായിരുന്നു. ഞാൻ വിളിച്ച് വരുത്തിയത് അവരെ. കുറേ നേരമായിട്ടും വരുന്നില്ല. ഡെലിവറി ഓപ്ഷൻ കാണിച്ചിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവരെ വിളിച്ച് വരും. ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു കുർത്തിയാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ ഇടാം. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രസ്സിങ് ആണ് ഇത്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡ് ഭയങ്കര വൈറലായിട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു വെറൈറ്റിക്ക് പിങ്ക് പിടിച്ചു. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ്, കംഫർട്ടബിൾ ആണോ, അങ്ങനെയുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് മേടിക്കുന്നവർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. കാരണം ഞാൻ ഫുഡ് കഴിച്ചൊന്നും എടുത്തില്ല, മറന്നുപോയി. ചില സമയത്ത് നമ്മൾ സോൺ ഔട്ട് ആയിട്ടിരിക്കാന്ന് പറയില്ലേ, നമ്മൾ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ട്, പക്ഷെ മൈൻഡ് ഇവിടെ ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ എടുക്കാൻ മറന്നു പോകും. പ്രത്യേകിച്ചൊന്നുമില്ല, ചില സമയത്ത് എനിക്ക് സോൺ ഔട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബഹളം കാണും. സീരിയൽ വെച്ചേക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്ന അച്ഛൻ, അതിൻ്റെയൊക്കെ നല്ല ബഹളം കാണും. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഫുഡ് കഴിച്ച് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഇതൊക്കെയാണ് നടക്കുന്നത്, പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വല്ല ആണ്ടിലൊക്കെ പുറത്തിറക്കാറുള്ളൂ. അപ്പോൾ ആ പുറത്തിറങ്ങുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും വ്ളോഗൊക്കെ ആയിട്ട് ഇടുന്നത്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറില്ല. എൻ്റെ വീഡിയോ കാണുന്നവർക്കാണ് മനസ്സിലാവും. സോ ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു വെറൈറ്റി കണ്ടന്റ് ആയിട്ട് വരാം. അപ്പോഴത്തേക്കും നമുക്ക് വ്ളോഗ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോ. എന്നെ കൊണ്ട് പറ്റുന്ന
ഇന്നാണെങ്കിൽ ഞാൻ ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ഞാൻ ഇങ്ങനത്തെ കോലത്തിലൊക്കെയാണ് വീട്ടിലിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒന്നും ഞാൻ കാണിക്കുന്നൊന്നുമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ വീട്ടിലിരിക്കുന്നത്. ഇനി കുറച്ച് വർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിടന്നുറങ്ങും. അത്രേ ഉള്ളൂ. അതൊരു 10-12 മണിയൊക്കെ ആവും. ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. ഇന്ന് തിങ്കളാഴ്ച 7-ാം തീയതി 9 മണിയായിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കണ്ടന്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.